కండరం డౌనం మండరం సైజం నాటరం ఇంకా మండరం జంపింగం పంపింగం పింగం థంపింగం రాజువో మరి నా దాసు బాబా నీతో ఎప్పుడింత కిరికిరి ఏం రసిక రాజువో మరి నా దాసు బాబా నీతో ఎప్పుడింత కిరికిరి కుర్చీని మాట్లాడబెట్టి Every time I wanna see my girl. Vechavadiye enna asathiradiye Vechavadiye enna asathiradiye Rakshasiyo devadayo rendum senda penno Adamalayo anavilo rendum senda kanno Kottavuda हो गई बंटू टू कुड़िए बट्टू टू हो गई मुंडे दी पतंगा वारीगी तू एवें उड़ी दी हो गई मुंडे दी हिलाते चल दी टुक टुक टू कर दी मेकअप तू कर दिया अंग्रेजी पढ़ दी गिट पिट तू कर दी जिम्मे कोई सादी विक्टोरिया तू कंटी बिग बैन दी पूरा लंदन चमकदा ओ कटो नचे ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങൾ മേലെ കാവിൽ കൂരക്കാവടി തീരി കോലടി പാണ്ടി പടയും മേളം ഓ കാവടി മേളം നാട്ടുകളരി കച്ചമുടക്ക വാഴ്പയക്കടി പൂഴി കടകൽ ചാടി കെട്ടി വരമ്പരി കെട്ടി തോതിര കടകം തിരിയും കടയും താളം ഓ കടയും താളം
താങ്ക് യു. മധുവിരുന്നാളല്ലേ നിന്നവയല്ലേ ഭാവവുമായി പുളകം ചൊരിയുന്നു രാവുലർന്നല്ലോ എൻ മോഹമുദിരിച്ചല്ലോ രാവുലർന്നല്ലോ എൻ മോഹമുദിരിച്ചല്ലോ മഞ്ഞും ചന്ദ്രികയും മണിയറപ്പിക്കുന്നു ആ മണിയറയിൽ ഹൃദയങ്ങൾ ഒന്നാകലിയുന്നു നീനായല്ലേ എൻ മലരിലെ മധുവിരുന്നാളല്ലേ നിന്നവയല്ലേ ഭാവവുമായി പുളകം ചൊരിയുന്നു. Change music. संग मर मर के जैसा ये तेरा
അടുത്തതായി പെരുന്നാൾ നിലാവ് 2024 ഈ വേദിയിൽ വെച്ച് നടക്കുന്ന ഒരു സ്പെഷ്യൽ ചടങ്ങാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച കുട്ടികളുടെ പേരിന് അനുമോദനം നൽകുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. മക്കളുടെ നന്മ ഓരോ മാതാപിതാക്കളുടെ അഭിലാഷമാണ്. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിന്റെ ഊർജം എന്ന് പറയുന്നത് തന്നെ അകലെ നാട്ടിലുള്ള മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ഉയർച്ചയുമാണ്. ഈ പെരുന്നാൾ നിലാവിൽ അങ്ങനെയുള്ള പ്രവാസികളെ ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഉന്നത നിലവാരത്തിൽ വിജയം കൈവരിച്ച മക്കളുമാരെ പിതാക്കന്മാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സഖാവ് ഹൂബർട്ട്, സഖാവ് നടേശൻ, സഖാവ് മണി എന്നിവരെ പെരുന്നാൾ നിലാവിന്റെ ഈ വേദിയിലേക്ക് ഒരു ഹർഷാരത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ അനുമോദനം കൊടുക്കുന്നതിന് വേണ്ടി ഷിബു ഐവ ഹോട്ടലിനെയും ശിവപ്രസാദ് പാപ്പിനെയും സഖാവ് ജനാർദ്ദനെയും സഖാവ് പ്രേമനെയും സഖാവ് മനോഹരനെയും കുമാറിനെയും ഈ വേദിയിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, പ്രവാസ ജീവിതത്തിൽ സ്വന്തം മക്കൾ ഉന്നത വിജയം കൈവരിവാക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കൈയ്യടി കൊടുത്താൽ പോരാ, കൊടുക്കാൻ ഒരു നിറഞ്ഞ കൈയടി. ആദ്യമായി അനുമോദനം കൈമാറുന്നതിന് വേണ്ടി സഖാവ് ഹൂബർട്ടിനെ ക്ഷണിക്കുന്നു. അനുമോദനം സ്വീകരിക്കാൻ വേണ്ടി സഖാവ് ഹൂബർട്ടിനെ ക്ഷണിക്കുന്നു. ഹൂബർട്ടിന്റെ മകൾ ഡോക്ടർ ഹർഷയുടെ സമ്മാനമാണ് സഖാവ് ഹൂബർട്ടൻ മേടിക്കുന്നത്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഷിബു ഐവ ഹോട്ടലിനെ ഈ വേദിയിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. ശിവരാജ് പാപ്പിയെയും ഷിബുവിനെയും ഈ വേദിയിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി സഖാവ് ഹൂബർട്ടിനെയും ഈ വേദിയിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നവീൻ നടേശന്റെ അനുമോദനം ഏറ്റുവാങ്ങുന്ന സഖാവ് നടേശനെയും അനുമോദനം കൊടുക്കാൻ വേണ്ടി സഖാവ് ജനാർദ്ദനെയും പ്രേമനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സഖാവ് മണിയെയും സമ്മാനം നൽകുന്നതിന് വേണ്ടി മനോഹരനെയും സഖാവ് കുമാർ ജുർബയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാനം സ്വീകരിക്കാൻ വേണ്ടി സഖാവ് മണിയെയും സമ്മാനം ദാനം നൽകുന്നതിന് വേണ്ടി സഖാവ് മനോഹരനെയും കുമാർ ജുർബയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാനം കൊടുത്തവർക്കും സമ്മാനം നൽകിയവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഞാനൊരു നാളിൽ കാസർഗോഡ് കല്യാണത്തിന് പോയി. നീലനിലാവിനെ പോലൊരു പെണ്ണിനെ കണ്ടു മയങ്ങിപ്പോയി. ഞാനൊരു നാളിൽ കാസർഗോഡ് കല്യാണത്തിന് പോയി. നീലനിലാവിനെ പോലൊരു പെണ്ണിനെ കണ്ടു മയങ്ങിപ്പോയി. കാലം കൂട്ടി മുറുക്കണ പെണ്ണവ കോലം കെട്ടിയ കോഴി. ആളും തരവും നോക്കി കരയത്തി കൽവും റാഞ്ചി പോയി. ചിരിയിൽ ആ ചൊടിയിൽ അവളൊടുക്കത്തെ മിടുക്കത്തി കടക്കണ്ണ് ചുമകത്തി. ഞാനൊരു നാളിൽ കാസർഗോഡ് കല്യാണത്തിന് പോയി. നീലനിലാവിനെ പോലൊരു പെണ്ണിനെ. ഞാനൊരു നാളിൽ കാസർഗോഡ് കല്യാണത്തിന് പോയി. നീലനിലാവിനെ പോലൊരു പെണ്ണിനെ കണ്ടു മയങ്ങിപ്പോയി.
വട്ടം വെച്ച് തിന്നു മുടിക്കണ കാക്കാന്മാരുടെ നോട്ടങ്ങൾ പലതര മനുഷ്യരെ ഇടയിൽ വെച്ച് പൂപ്പോലവളെന്നെ മോഹിച്ച് പലവട്ടം അവളിന്റെ കണ്ണിൽ നോക്കി ഒരു വട്ടം കണ്ണിറക്കി കളിയാക്കി അങ്ങനെ എന്റെ ഉള്ളൊന്നു പിടഞ്ഞ് എന്റെ കരളൊന്നു പറിച്ചിട്ട് എടുത്തോണ്ട് പോയി എന്നോട് ചോദിച്ചില്ല പുന്നാരമോള് ഞാനൊരു നാളിൽ കാസർഗോഡ് കല്യാണത്തിന് പോയി നീലനിലാവിനെ പോലൊരു പെണ്ണിനെ കണ്ടു മയങ്ങിപ്പോയി రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సోగులాడి స్వప్న సుందరి నీ మడత సూపు మా పటేల మల్లె పందిరి రచ్చరాజు కుందె ఊపిరి నీ వంక చూస్తే గుండెలోన డీరి డిరిడిరి తుపాకి పెంచి ఆమె తింగని చిట్టి మగజాతి నట్ట మడత పెట్టి ఆ కుర్చీని మార్చా పెట్టి उससे जहां से मिटा मुकाबला लैला ओहो लैला मुकाबला सुभान अल्लाह लैला ओहो लैला ಸುಖವ ಕಂಡೆನು ನಿನ್ನಾಣೆ ನಾನು ಕತ್ತಲಲ್ಲೂ ಬೆಳಕ ಕಂಡೆನು ನನ್ನಾಣೆ ನಾನು ಮತ್ತಿನಲ್ಲೂ ಸುಖವ ಕಂಡೆನು ಅತ್ತೆಯ ಮಗನು ನನ್ನ ಹತ್ತಿರ ಬಂದಾಗ ಅತ್ತೆಯ ಮಗನು ನನ್ನ ಹತ್ತಿರ ಬಂದಾಗ ಮುತ್ತಿನಂಥ ಕನಸ ಕಂಡೆನು. അടുത്തതായി നജറാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കിച്ചൺ ഓർക്കസ്ട്രയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു റോബിൻ ആൻഡ് ടീം. കൊടുക്കാം ഒരു നിറഞ്ഞ കയ്യടി. Imagination
പെരുന്നാൾ നിലാവ് 2024 വേദിയിൽ അടുത്തതായി ഒരു കോമഡി സ്കിറ്റുമായി നിങ്ങൾക്ക് മുമ്പിലെത്തു ടീം നില നക്ഷത്ര. ജർമ്മനി ഫിലിംസ് അവതരിപ്പിക്കുന്ന മുരുകാലയായുടെ വിഷം തീണ്ടിയ നാഗം. സമാധാനത്തിന്റെ ദൂതനായി ജീവിച്ചു മരിച്ച എന്റെ അച്ഛന്റെ പാവന സ്മരണയ്ക്കായി വിഷം തീണ്ടിയ നാഗം. രചന വടവളനി, സംഗീതം ഫാത്തിമാദേവി, ക്യാമറ അണ്ണൈ നന്ദനമൂലി, നിർമ്മാണം ചൊക്കലിംഗം, സംവിധാനം രാജേന്ദ്ര റെഡ്ഡ്യ. ஐயோ தே குழி കുഴി കുഴി. ஐயோ അയ്യോ ഞാൻ സത്തേ. ഭാഗ്യത്തിന് എനിക്കൊന്നും പട്ടിയില്ല. നിനക്കോ? ബാബുവേട്ടനുള്ളപ്പോൾ എനിക്കെന്തിനാണ് വേറെ പട്ടി? നല്ല ഫലിതം. സരോജം, ആ സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് എന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ബാബുവേട്ട? കാരണം തെളിഞ്ഞ വെള്ളം കണ്ടാൽ കുളിക്കാൻ ഒരുപാട് പേരുണ്ടാകുമത്രേ. സരോജം, ഞാൻ എന്താണ് ഈ കാണുന്നത്? സോറി. അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് സോറി പറയുന്നത്? സോറി പറഞ്ഞതല്ല ഞാൻ, പിന്നെ ചൊറി എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഞാനൊന്ന് കാണട്ടെ. ദേ നോക്ക്, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നതാണ് ഈ ചൊറി. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ. ദേ ഇവിടം വരെയും അത് പടർന്നു പോയി. കുറച്ചും കൂടി കാണട്ടെ. ദേ നോക്ക്, സ്വല്പം കൂടി കാണട്ടെ. ഇവിടെ എത്തിയപ്പോഴേക്കും എന്റെ ചൊറി അങ്ങ് തീർന്നു. സോറിക്ക് തീരാൻ കണ്ട ഒരു സ്ഥലം. ബാബുവേട്ടൻ ഇത്രയും നാളും എവിടെയായിരുന്നു? ഇങ്ങോട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. ഞാനങ്ങ് ചെക്കോസ്ലാവാക്യയിലായിരുന്നു. കള്ളം. എങ്കിൽ ചെക്കോസ്ലാവാക്യയുടെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ. പട്ടിച്ചേ, ഞാനങ്ങ് ഗോവയിലായിരുന്നു. പോ, മിണ്ടില്ല. പിണങ്ങല്ലേ സരോജം. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുരപ്പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുന്നുകാരാ വിരുന്നുകാരാ. അയ്യോ, എന്തു പറ്റി? എന്റെ കാല് വീണ്ടും വേദനിക്കുന്നു ബാബുവേട്ട. ഈശ്വര, അത് സൊറി മോളോട്ട് കയറിയതായിരിക്കണേ. ബാബുവേട്ട, എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നു. എന്തോ കടിച്ചെന്ന് തോന്നുന്നു. അത് വല്ല പാമ്പോ മറ്റോ ആയിരിക്കും. അയ്യോ, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നേ. അയ്യോ, സരോജിനി കുഞ്ഞെന്തിനാ കരയുന്നത്? സത്യം പറയടാ, എന്റെ മുതലാളിയുടെ കുഞ്ഞിനെ നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ പിന്നെ കുഞ്ഞെന്തിനാടാ മൂങ്ങുന്നത്? അതെ, എന്റെ കാലിൽ എന്തോ കടിച്ചു ചന്ദ്രശേഖര മാരാരെ. ഈ ബാബുവേട്ടൻ പറയുന്നു അത് പാമ്പ് കടിച്ചതാണെന്ന്. മാരാരെ തന്നെ പറയും ഇതെന്തിന്റെ കടിയാണ്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. മാരാരെ, എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ പാമ്പ് കടിച്ചതാണെന്ന്? കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കിക്കുന്ന ഒരു ആളുണ്ട്. ആരാണത്? എന്റെ അച്ഛൻ. എങ്കിൽ അച്ഛനെ വിളിക്കിൻ. അച്ഛൻ പാമ്പ് കടിയേറ്റ് സത്തുപോയില്ലേ? അങ്ങനെയെങ്കിൽ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കിക്കൂടായിരുന്നോ? അങ്ങനെ വിളിച്ചു വരുത്തിയപ്പോഴല്ലേ സത്തുപോയത്? അതെങ്ങനെ? അച്ഛനെ കൊത്തിയതൊരു നീർക്കോലി, വിളിച്ചു വരുത്തിയതോ ഒരു രാജവെമ്പാലയെ. പിന്നെ എങ്ങനെ സാകാതിരിക്കും? ബാബുവേട്ട, ഇത് പാമ്പ് കടിച്ചതല്ല, കുപ്പിച്ചില്ല് തറച്ചു കയറിയതാണ്. എന്തായാലും നിങ്ങളുടെ ചുറ്റിക്കളി ഞാൻ മുതലാളിയോട് പറയാൻ പോവുകയാണ്. ചന്ദ്രശേഖര മാരാരെ, ചതിക്കല്ലേ. ഇല്ല, ഞാൻ പറയും. നിന്റെ ചോറിന് നന്ദി കാണിക്കുന്നവനാ ഈ മാരാർ. മിസ്റ്റർ മാറ, ഇത് പറയാതിരുന്നാൽ അങ്ങ് ബാംബെയിൽ താങ്കൾക്ക് ഞാനൊരു ജോലി തരപ്പെടുത്തി തരുന്നുണ്ട്. ഓഹോ, നിനക്കെന്താ ജോലി? എനിക്ക് ജോലിയൊന്നുമില്ല. എന്നാൽ ആ ജോലി നീ വാങ്ങിയെടുത്തോ. ഞാൻ പോയി എന്റെ ജോലി ചെയ്യട്ടെ. എന്തു ജോലി? പാറ വെക്കൽ. അങ്ങുന്നേ. സരോജം, ആ, അതാരാ? മാരാരാ. മാരാരാരാ? കാര്യസ്ഥൻ. ഇനി എന്തൊക്കെ പുകിലുകൾ നടക്കുമോ എന്തോ. താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിക്ക്. ബാബുവേട്ട, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്തിടത്ത് പാട്ട് പാടുന്നത്? 6-7 പാട്ടില്ലേ സരോജം? 2 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പാടി തീർക്കണ്ടേ? ഇന്നെല്ലാം തീരും. അങ്ങുന്നേ, അങ്ങുന്നേ. എന്താണടാ? അയ്യോ,
അങ്ങുന്നെന്തിനായി എന്നെ തള്ളിയത്? അങ്ങുന്നേ എന്ന് വിളിക്കാൻ നിനക്ക് നല്ല ശബ്ദം. രഹസ്യം പറയുമ്പോൾ എന്താടാ ശബ്ദമില്ലാത്തത്? നമ്മുടെ സരോജിനി കുഞ്ഞ് പിഴച്ചുപോയി മുതലാളി. ചന്ദ്രശേഖര മാറാരെ, നീ എന്താണ് പുലമ്പുന്നതെന്ന് നിനക്കറിയാമോ? മുതലാളി, ഇവിടത്തെ സരോജിനി കുഞ്ഞും ആലവലാതി ബാബുവും പൂന്തോട്ടത്തിൽ പാട്ടും പാടി രസിക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു മുതലാളി. മുതലാളി എന്തിനായി എന്നെ തല്ലിയത്? കണ്ട മാത്രയിൽ അവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ നിനക്ക്? അയ്യോ, മുതലാളിയുടെ മകളെ ഞാൻ കെട്ടുക എന്ന് പറഞ്ഞാൽ ധിക്കാരി! പാട്ടുപാടാൻ ബാബുവും അടികൊള്ളാൻ മാരാരും. സരോജിനി, നിൽക്കവിടെ! പതുക്കെ, നാട്ടുകാർ കേട്ടാൽ കുറച്ചിലിന് അന്തസ്സ. അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവുമുള്ള തറവാടാണിത്. നിന്നെ പ്രസവിച്ച് എന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് കറവക്കാരൻ സുകുമാരന്റെ കുഞ്ഞാണിത്. നിങ്ങൾ ഇതിനെ വളർത്തണമെന്ന് പറഞ്ഞ് എന്നേക്കുമായി നിന്റെ അമ്മ എന്നെ വിട്ട് തെക്കും ഭാഗത്തെ തെങ്ങിൻ തോപ്പിൽ കിളയ്ക്കാൻ വന്ന വാസുവിനോടൊപ്പം ഒളിച്ചോടിയപ്പോഴും ഈ തറവാടിന്റെ അന്തസ് ഒരു പടി ഉയർന്നിട്ടേ ഉള്ളൂ. അറിയാമോ സരോജം? അച്ഛാ, ആ ബാബുവിനെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് പ്രേമിക്കാൻ. അച്ഛൻ ഇനി ഒരക്ഷരം ബാബുവിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ബാബുവേട്ടനോടൊപ്പം മാത്രമായിരിക്കും. സരോജം, മോൾക്കൊരു കാര്യം അറിയാമോ? എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പറയണം? നാശം! ഈ തറവാട്ടിൽ തന്നെ വന്ന് ജനിച്ചു പോയല്ലോ ഭഗവാനെ. അപ്പോൾ കാര്യങ്ങൾ ഇതുവരെയായല്ലേ? ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ജനാർദ്ദനക്കുറിപ്പേ! അയ്യോ, അങ്ങുന്നേ, അത് വേണോ? വേണം. അതിനു വേണ്ടിയാണ് ഞാൻ 4 ആളുടെ ചോറും കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റി വളർത്തുന്നത്. ജനാർദ്ദനക്കുറിപ്പ് ഇവിടെ വന്നാൽ ഇവിടെ ഒരു ശവം വീഴും മുതലാളി. വീഴണം, അതെനിക്ക് കാണണം. ജനാർദ്ദനക്കുറിപ്പേ! അമ്മാവൻ എന്നെ എന്തിനാണ് വിളിച്ചത്? നീ ഒരാളെ കൊല്ലണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു ശവം വീഴുമെന്ന്. 4 ആളുടെ ചോറ് വെട്ടി വിഴുങ്ങിയിട്ട് വെട്ടിയിട്ട വാഴ പോലെ ദേ കിടക്കുന്നു. ചന്ദ്രശേഖര മാറാറെ, തട്ടിയുണർത്ത്. ഊണ് തയ്യാറായിട്ടുണ്ട്. ജനാർദ്ദനക്കുറിപ്പേ, നിന്നെ ഞാൻ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നത്? ഊണ് കഴിക്കാനും സരോജിനിയെ കെട്ടാനും. അങ്ങനെ അവളെ കെട്ടണമെങ്കിൽ നീ അവനെ തട്ടണം. കുഞ്ഞെ ഊണ്. അല്ലെങ്കിൽ 6 മാസങ്ങൾക്കു ശേഷം മഴയുള്ള ഒരു രാത്രിയിൽ സരോജം, സരോജം. അയ്യോ, ബാബുവേട്ടന്റെ ശബ്ദമാണല്ലോ. നിങ്ങളോടൊപ്പം എന്റെ ബാബുവേട്ടൻ വന്നിട്ടുണ്ടോ? ഞാനാണ് സരോജം, നിന്റെ ബാബുവേട്ടൻ. അല്ല, എന്റെ ബാബുവേട്ടന്റെ മുഖം ഇങ്ങനെയല്ല. എങ്കിൽ ഇങ്ങോട്ട് നോക്കൂ സരോജം. അയ്യോ, എന്റെ ബാബുവേട്ടൻ! ബാബുവേട്ട! സരോജം, ബാബുവേട്ട, ബാബുവേട്ടൻ ഇങ്ങോട്ട് കയറി വരുന്നത് ആരെങ്കിലും കണ്ടോ? എല്ലാവരും കണ്ടു. പക്ഷേ ഇതിവിടെ ഒട്ടിച്ചേർന്നത് കൊണ്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. അയ്യോ, എന്റെ ബാബുവേട്ടൻ എവിടെ? ഇവിടെ നിന്ന് എന്റെ ബാബുവേട്ടനെ നിങ്ങൾ കണ്ടോ? ഞാനാണ് സരോജം, നിന്റെ ബാബുവേട്ടൻ. ഈ ബാബുവേട്ടന്റെ ഒരു ആൾമാറാട്ടം. പറയൻ ബാബുവേട്ട, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? നിന്റെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രശേഖര മാരാരും ആ ജനാർദ്ദനക്കുറിപ്പും കൂടി എന്നെ മദുരാശി പട്ടണത്തിലേക്ക് നാട് കടത്തി സരോജം, നാട് കടത്തി. സരോജം! അയ്യോ ബാബുവേട്ട, അച്ഛനും കുറെ ഗുണ്ടകളും. വാ സരോജം, നമുക്ക് ഇങ്ങോട്ടോടാം. വേണ്ട ബാബുവേട്ട, അവിടെ അച്ഛന്റെ 2 ഗുണ്ടകൾ. എന്നാൽ നമുക്ക് ഇങ്ങോട്ടോടാം. അയ്യോ, അവിടെയും അച്ഛന്റെ ഗുണ്ടകൾ. എങ്കിൽ നമുക്ക് ഇങ്ങോട്ടോടിയാലോ? വേണ്ട ബാബുവേട്ട, അവിടെയും ഉണ്ട് അച്ഛന്റെ ഗുണ്ടകൾ. എന്നാൽ പിന്നെ ഗുണ്ടകളില്ലാത്ത ഇവിടെ തന്നെ നമുക്ക് നിൽക്കാം സരോജം. ശരി ബാബുവേട്ട. സത്യം പറയണം സരോജം, നിന്റെ അച്ഛന് മൊത്തം എത്ര ഗുണ്ടകളുണ്ട്? 3ഉം 2ഉം 5 ഗുണ്ടകൾ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛനും ഗുണ്ടകളും സമ്മതിക്കില്ല ബാബുവേട്ട. എന്റെ ബാബുവേട്ട. എന്താ സരോജം? ഞാനൊരു സത്യം പറയട്ടെ ബാബുവേട്ട? പറയൂ സരോജം. ഇന്നെങ്കിലും എന്റെ ബാബുവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ, ഇരുന്നെങ്കിൽ ഈ കലത്തിലിരിക്കുന്ന വിഷച്ചോറ് കഴിച്ച് എന്നേക്കുമായി ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു ബാബുവേട്ട. ജൽപ്പനം നിർത്തൂ സരോജം. എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛനും ഗുണ്ടകളും സമ്മതിക്കില്ല ബാബുവേട്ട. അതുകൊണ്ട് ഈ പാത്രത്തിലിരിക്കുന്ന വിഷച്ചോറ് കഴിച്ച് ഗുണ്ടകളില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് നമുക്ക് യാത്രയാവാം. നിന്ന് ചെണുങ്ങാതെ ഉരുള ഉരുട്ടി താ സരോജം. ഇതാ ആദ്യ ഉരുള ചേട്ടൻ തന്നെ കഴിക്ക്.
രണ്ടാമത്തെ ഉരുളയും എന്റെ ചേട്ടൻ തന്നെ കഴിക്ക്. ഈശ്വര, നല്ലവർക്ക് പോലും ഈ ഗതി വരുത്തല്ലേ. ഇനി ഈ മൂന്നാമത്തെ ഉരുളയും മതി സരോജം. ചാകാനുള്ളതായി ഇനി ഈ ഉരുള ഞാൻ എന്റെ സരോജനിക്ക് തരികയാണ്. അയ്യേ, എനിക്കൊന്നും വേണ്ട. സരോജം, കറിയില്ലാത്ത ചോറേ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന്റെ കൂടെ വിഷം കൂടി ചേർത്താലേ ചത്തുപോത്തേ ഉള്ളൂ. സരോജം, എന്റെ ജന്മം നീയെടുത്തു, എന്റെ പൊന്നുമോനുറങ്ങും, എന്റെ മടിയിൽ വീണുറങ്ങും. ശുഭം.